ഈ ജിത്തുവിന്റെ അച്ഛന്റെ ബന്ധുക്കളാരും നാട്ടിലില്ലടാ. അച്ഛന്റെ ബന്ധുക്കളാണ് അതുകൊണ്ട് കൊച്ചച്ഛനുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അച്ഛന്റെ ചേട്ടനാണ് തോന്നുള്ളൂ. നരച്ചിട്ട് ഒരു മാതിരി മെലിഞ്ഞിട്ടൊക്കെയാ. ഇത്ര മുടിയൊക്കെ എത്ര ഉണ്ടാ? അതെനിക്ക് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴോർത്തത്, ഇന്നിവിടെ ഒരു കച്ചവടക്കാരൻ വന്നില്ലേ ചെരുപ്പ് മാറിയിട്ടാ, പലവ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന. പലവ്യഞ്ജനം വീട്ടിൽ കൊണ്ടുവരുമോ? ആ, അയാള് ചേച്ചിനെ മയക്കി 1 കിലോയുടെ പുളി കച്ചവടാക്കിയില്ലേ. എന്ത് മയക്കാൻ എന്താ? ഞാൻ അരിക്കൊമ്പനാ? എടാ ഞാൻ എന്താ? അയാളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറഞ്ഞ അയാളുടെ കൊച്ചിന് സുഖമില്ലാത്തതാണ്, ഭാര്യയ്ക്ക് സുഖമില്ലാത്തതാണ്, ഇങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് വേണം അയാൾക്ക് മരുന്ന് മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ സ്വഭാവം എന്താടാ? ആരുടെങ്കിലും സങ്കടം കണ്ടാൽ നമ്മുടെ മനസ്സല്ലേ. എന്റെ അലിവ് കൊണ്ട് ഞാൻ 1 കിലോ പുളി വാങ്ങിച്ചു. ഒരു പാത്രം നിറച്ച് അവിടെ പുളി ഇരിപ്പുണ്ട് വീട്ടില്. ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. ഏട്ടാ അയാള് പറഞ്ഞ് എന്നേലും പ്രായം കുറവായിട്ട് തോന്നുന്നു ഈ ചേച്ചിനെ കാണുമ്പോഴെന്ന് പറഞ്ഞ്. ചേച്ചി അതില് വീണ്. ഓ, ഇതാണ് പറയണത് മയങ്ങി. ഇതിപ്പോ എന്താ പറയാനുള്ളത്? ഈ കുടുംബശ്രീയിലും നാട്ടിലൊക്കെ ഇറങ്ങിയൊക്കെ എല്ലാവരും തന്നെ പറയണത് എന്ത് പ്രായം കുറവാന്ന്. എനിക്ക് എന്നേലും പ്രായം കുറവാന്ന് അങ്ങനെ തോന്നുള്ളൂ. സത്യം പറയട്ടെ, കേക്കണം. ചേച്ചി കാശ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയപ്പോഴേ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? ആ ചേച്ചിനെ കണ്ടു ഞാൻ ശരിക്കും എന്നേലും ഒരു 10-12 വയസ്സ്. സത്യം. ആ ചേച്ചിനെ കണ്ടുകഴിഞ്ഞാല് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മയങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചേച്ചിയാണ് സത്യം. സത്യം. ആ തെണ്ടി അങ്ങനെ പറഞ്ഞല്ലേ? അവനെ സഹായിക്കാൻ വേണ്ടി പുളി മേടിച്ച് ഞാൻ ആരായി വരട്ടെ? മറന്നു വെച്ച ചെരുപ്പ് എടുക്കാൻ വരുമല്ലോ, അവന്റെ കാല് ഇവിടെ കിടക്കും. നിന്നെ മയക്കാന്ന് പറഞ്ഞല്ലേ? ആ ചേട്ടൻ ആന്റി കണ്ട് മയങ്ങിപ്പോയിട്ടുണ്ടാവും. ഓ, പിന്നെ ഈ മോന്ത കണ്ടിട്ട് മയങ്ങാൻ പോവാണ്. ഓ കുശുമ്പ്. ഓ എന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഈ കൊച്ചിനെ കാണുമ്പോഴറിയാം എന്നെ. ഈ കൊച്ചിനെ കാണുമ്പോഴറിയാം അങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളിലൊന്നും മയങ്ങുന്ന ഒരു ആളെ അല്ല. നല്ല അടക്കം ഒതുക്കമുള്ള കുടുംബത്തിൽ പിറന്ന കൊച്ചാണ്. എനിക്കറിയാം ഇങ്ങനെ എന്നെ പറയുന്നു. അത് പറ മോനെ, വെറുതെ അല്ല ചേച്ചി ഏലക്ക മേടിച്ചത്. ഏലക്ക ഇവിടെ എന്തോരം ഏലക്ക ഇവിടെ ഏലക്ക ഇരിക്കുന്നത്. എനിക്കൊന്ന് എടുത്തതാ. ഇവിടെ ഇരിപ്പുണ്ടോന്ന് കുഞ്ഞമ്മ വന്നപ്പോ ഏലക്ക ഉണ്ടോന്നില്ലേ? അതൊരു ഇത്തിരി കോളം. എന്നിട്ട് ഞാൻ മയങ്ങിന്ന്. ശരിക്കും മയങ്ങിയത് ഇവിടെ. നമ്മൾ എപ്പോഴും സാമ്പാറും രസമൊക്കെ ഉണ്ടാക്കണം, അതിനകത്ത് എപ്പോഴും പുളി ആവശ്യം. അയ്യോ, ഇവിടെ ആണെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും 4 മണിക്ക് എന്തെങ്കിലും അടയോ ഒക്കെ വേണം. അപ്പൊ എപ്പോഴും ഏലക്ക വേണം. ഞാൻ എന്തായാലും ആരുടെ അടുത്ത് മയങ്ങിട്ട് മേടിച്ചു തോന്നല്ല. ഞാനൊരു സത്യം പറയട്ടെ. സത്യമാണെങ്കിൽ ഈ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷവും. അത് മതി അവർ വീഴാൻ. പിന്നെ അവരെ സൗന്ദര്യത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഇപ്പോൾ തള്ളി വിട്ടുകൊടുത്താൽ അതോടുകൂടി അവർ തലയും കുത്തി വീഴും. അത് കറക്റ്റ്. അല്ല, അതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രം? ആ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ സൃഷ്ടി അങ്ങനെ. സാറേ എന്ന് 2 പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ വീഴൂലടാ. എന്ത്? ഞാൻ സാറല്ലേ? ഞാനൊരു പോലീസുകാരനല്ലേ? ഏട്ടന് ഉറപ്പായിട്ട് വീഴും. കാരണം ഞാൻ തന്നെ പറഞ്ഞ ഏട്ടൻ വീഴാറുണ്ട്. ആണുങ്ങളെ അല്പം പുകഴ്ത്തിയാ വീഴും. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. ഒന്ന് ആശ്വസിപ്പിച്ചാലേ മറിഞ്ഞങ്ങ് വീഴും. സങ്കടപ്പെട്ടൊക്കെ ഇരിക്കണേ, എടി പോട്ട് കുഴപ്പമില്ല, ഒന്ന് വിളിച്ചു വെച്ചാൽ കഴിച്ചോ, തീർന്ന്. ഇതൊക്കെയാണ് കുഴപ്പങ്ങള്. നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. ഞങ്ങൾ ഇതൊന്നും വീഴില്ല. കണ്ടാ മതി. എന്താണ് ഒരു കാര്യം എന്നെ ഒന്ന് പുകഴ്ത്തി നോക്ക്, ഞാൻ വീഴുന്നറിയാലോ. മനസ്സില്ല പുകഴ്ത്താൻ പറ്റിയ സാധനം.